അതെന്നാ പോലെയാ അപ്പം ഇതൊന്നും നോക്കിയാ മൂടി നല്ലപോലെ മൂടി കാട്ടോ മുറി എടുക്കാം മുറി എടുക്കാം പോകാതെ പുറകിന്ന് എടുത്തില്ല നീ ഒരെണ്ണം അങ്ങോട്ട് മാറ്റിയിട്ട് ഒരെണ്ണമായിരുന്നു വാളെ വാള നമ്മള് നമ്മൾ ചെറുതാണെങ്കിൽ 200 രൂപ കൊടുക്കും അത് 350 രൂപ വലുത് എന്നാ കിലോ ഉണ്ടാവും ഞാൻ എനിക്ക് നിങ്ങളെ അറിയാവുന്നവരല്ലേ ഞാൻ ഇവിടെ വന്ന് കുത്തിരിക്കുന്നത് അതുകൊണ്ടല്ലേ നിങ്ങളോട് അതുകൊണ്ടല്ലേ ചോദിക്കുന്നത് നിങ്ങൾ മറ്റേ ഇതുണ്ട് ജീപ്പുണ്ടോ അതുണ്ട് അത് തന്നെ തെറിച്ചു പോവാ അടച്ചു തരാം ബാറ്ററി തെറിച്ചു പോകും ഹായ് ഫ്രണ്ട്സ് പപ്പിയാണ് കേട്ടോ പപ്പിയാണ് നമ്മൾ കച്ചവടത്തില്ല കേട്ടോ എത്തുന്നില്ല ഇങ്ങോട്ടോ ഞാനിവിടെ നിൽക്കുന്നതായിട്ട് നീളമുള്ള ഒരാൾ അവിടെ നിന്നിട്ട് അതാ കരിമീൻ എല്ലാവർക്കും ഇല്ല നോക്കട്ടെ തരാം ഊരിക്ക് പക്ഷെ ഇവിടെ കരിമീനായിരുന്നു കൂടുതൽ അതെവിടെ പോയി മഞ്ഞു വെച്ച നേരെ വീട്ടിൽ കൊണ്ടുപോവാ ഇതെത്ര 1 കിലോ 2 എണ്ണം ഇട്ട് കൊടുത്തേക്ക് എന്നതേ നോക്കിക്കോ ഒന്ന് നോക്കിക്കോ വേണ്ട നിന്ന് ഊരിക്ക് കൊടുത്തു ആരാ അതേണ്ട ചേട്ടാ എനിക്ക് കരിമീനും ഒരു വാളയും കരിമീൻ ഏറ്റവും നല്ല മുഴുത്ത വാളായിരിക്കും വേറൊരു നിർബന്ധമില്ല അല്ല കരിമീന്റെ കാര്യം മാത്രം കേട്ടോ കരിമീൻ ഒരു 2 കിലോ ഇപ്പൊ ഇവിടെ ചോദിച്ചിട്ടുണ്ട് പിന്നെ അത് കഴിയുമ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ മറ്റേ പാലത്തിന്റെ അവിടെ അല്ലേ ആ അതെ 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 നമുക്ക് ചത്താലും ജീവനോടായാലും ഒരു വിലയാ നേരെ കൊണ്ട് വിട്ടു അതാണ് എന്റെ ഒരു നിർബന്ധം എടുത്തോ അവനെ കടി പിടിച്ചേക്കണോ വിടറാ അത് ഫ്രീയാണോ അത് ഓടി അടിച്ച് പൊട്ടിക്കേ നീ ഇത് അങ്ങോട്ട് വിട്ടേ വളച്ച് ഞാൻ തലയും കൂടി വായിക്കാതെ കൊണ്ട് കൈ വെക്കല്ലേ മതി 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 ചാടി പോകത്തില്ലല്ലേ ഇല്ല 3 കിലോ 3 അല്ല എന്നോണ്ട് ഇതന്നെ ക്യാമറയിൽ 3,400 350 ഇതാ ഇതാ നാളെ താല്പര്യമായി റേറ്റ് അവരോട് ഞാൻ റേറ്റ് പറയേണ്ട ആവശ്യമില്ല
എത്ര വേണോ പറഞ്ഞാൽ ഞാൻ പറയാം. വാള എന്നാ വില? അപ്പൊ വാള എന്നാ റേറ്റ് ഒന്ന് ചോദിക്കുന്നത്? വാള 350 പറഞ്ഞതല്ലേ. 350. 2 വാള തൂങ്ങുന്നതാണെങ്കിൽ 200 രൂപ കേട്ടാ. രണ്ട് വാള ചെറുതാണെങ്കിൽ 200 രൂപ. സിംഗിൾ വാള ചെറുതാണെങ്കിൽ 350. എന്നാ ചെറിയ വാളയ്ക്ക് 250, വലിയക്ക് വലിയതിന് 350. 200. ആ പിടിച്ചു. 2 കിലോ ആണ്. വീട് 3/4 ഉള്ളു. കരിമീൻ തന്നെ ഇടുന്നേ, പള്ളത്തിൽ ഉണ്ടെങ്കിൽ ഇടരുത്. ആ അത് കൊടുത്തേക്ക്, അത് 100 വരും. പോരാ കണ്ട അത് അബാബി പറയുന്നത് അതില്ലാത്ത ഞാൻ തിരിച്ചുകൊണ്ടല്ലോ ഇവിടെ പട്ടാളത്തിൽ നിന്ന് വെറുതെ നടന്ന് മീൻ പിടിച്ച് നടക്കുന്നവരാ. മീൻ വന്ന മെയിൻ പ്രോഗ്രാം മീൻ പിടിച്ചാ ഇവിടെ വെച്ച് ഇത്ര നേരം പോകരുത്. അവിടെ നീ കയറി വന്നോളൂ. അബാബി മൊത്തം എത്ര? മറ്റേ കരിമീൻ്റെ 800 1900 അല്ലേ? നമ്പർ പറയുന്നത് സ്കാനർ എന്തെങ്കിലും ഉണ്ടോ? മറ്റേ 1150 ഒന്ന് 950 നമ്പർ പറയാം. 81 5 വലിയ വാള കേട്ടോ. 807. എടാ ഒരു വലിയ വാള എടുത്ത് ഇങ്ങോട്ടൊന്ന് മാറ്റിയിട്ടടാ. 8 ഇത് പിടിച്ചാൽ 1 കിലോ ഉണ്ടാവും. 307. വലിയ വളയല്ലേ? അതൊന്നും പോരാ, വലിയ വാള എടു. ആ ഇങ്ങോട്ട് തന്നെയാണ്. എത്ര? 50. 1950. വലുത് അതിൻ്റെ അകത്താണ്. അതിൻ്റെ അകത്തുണ്ടോ സൗകര്യം ഉള്ള സ്ഥലത്ത് പെറുക്കേറാ. രണ്ടും കൂട്ടിയാ വാളയുടെയും കരിമീൻ്റെ. പിന്നെ ചുമ്മാണോ? 1990 എന്ന് പറഞ്ഞപ്പം പിന്നെ ഞാൻ കേട്ടോ 950. നീ മേടിക്കുന്നുണ്ടോ? ആരാ അണ്ണാ ഉണ്ട് കണ്ട 150 ഉണ്ട്. എന്നിട്ട് വേണം മുന്നിൽ ചുളുക്കുവാണല്ലോ. അപ്പൊ ഇപ്പൊ ഒരു വാളയല്ലേ നോക്കിയുള്ളൂ. ആ അവനെടുത്ത് ഇങ്ങോട്ട് മാറ്റിയിട്. ഇവിടെ ഇട്ടിട്ട് അതിനകത്ത് ചേർമീനുണ്ടോ? ചേർമീനും മാറ്റി. ആ വാള ഇപ്പം വേറെ എടുത്താ അതേ ടൈപ്പ് വാളയുണ്ട്. വേണം 350 രൂപ ഉള്ളു കിലോ. അത് ആ ഒരു ടൈപ്പ് എന്ന് പറയുമ്പോൾ നോക്കട്ടെ. ഉണ്ടായി തരാം. അത് ശങ്കര ഇതാ കൊടുത്തടാ അങ്ങോട്ട് അണ്ണന്റെ. 200 അപ്പോ ശരി. ഓക്കെ. അല്ലേ? ആ ഓക്കെ. ഇനി വാള ചേർക്കാം. വലിയ വാള ചേർക്കട്ടെ. ചേർമീനുണ്ട്. ചേർമീൻ എന്നാണ് അവിടെ രണ്ടും മറിച്ചടാ. അപ്പൊ ഒതുങ്ങിയടാ ആ വലക്കകത്ത്. ഇങ്ങോട്ടൊന്ന് മറിച്ചേ. ഇല്ല ആ വാല് കണ്ട ഏതായിരുന്നു? വലിയ വാളയായിരുന്നു അടാ. വണ്ടിയിലാണോ തൂക്കാൻ്റെ ഒരു ചേർമീൻ? അപ്പൊ ഇതങ്ങ് തൂക്കി. അപ്പൊ ഇതിപ്പോ ഇട്ട വാളയെ തൂക്കാം അല്ലേ? ആ കിട്ടത് ഈ കലത്തിന്റെ പുറത്തോട്ട് വെക്കുന്നു. അപ്പൊ കാര്യം പറ്റിക്കാം. എൻ്റെ പറ്റിയത്
2.5 കണ്ടോ 2.5 ഈ 350 വെച്ച് കൂട്ടിക്കോ 700 150 തന്നാ മതി 850 തന്നാ മതി ആ 200 രൂപ ആകത്തുള്ളല്ലോ അത് ആ പിന്നെ കൊള്ളാം ഏതാ കുറുവ എടാ 1 കിലോ ഇല്ല അണ്ണന് 1 കിലോ കുറുവ എടുത്തു പിന്നെ അണ്ണാ അതിൻ്റെ അകത്തുള്ള കുറുവ എടുത്തേണ അതിൻ്റെ അകത്തും കുറുവ കിടക്കും ഇതിൻ്റെ അകത്തും കിടക്കണം തൂളി എന്നാ തൂളി 100 രൂപ തൂളി 100 രൂപ അണ്ണാ ഒരു കിറ്റ് ആ കിറ്റ് കുറേ നേരം ഞാൻ പറയാടാ ഈ കിറ്റ് എടുത്ത് ഇങ്ങോട്ട് വെച്ചും എടുക്കടാ ഇങ്ങോട്ട് വെച്ച കിറ്റ് ഈ വാള വേണ്ട നമുക്ക് 2.5 ഉണ്ട് ആ വാള വേണം അത് അതിൻ്റെ മേളിലുള്ള വാളയുണ്ട് ഇത് 2.5 ഉണ്ട് കേട്ടാ ഇപ്പം തൂക്കിയ ഇപ്പം മറ്റേ പുള്ളിക്ക് വേണ്ടി അപ്പൊ ആ ചേർമീൻ നിങ്ങൾ പറഞ്ഞത് വെളിയിലേക്ക് ഇട്ടുന്നിട്ടപ്പോ ആ ചേർമീൻ വലുതേതാന്ന് നോക്കട്ടെ അത് വലുതാ ഇടാനാ നോക്കിയാണോ 1 കിലോ ഉണ്ടോ ഇതും അത് തന്നെ കേട്ടാ ഒന്നിനാവേശം കേട്ടാ തൂളി എന്ന് മാത്രമാ എത്ര കിലോ അല്ല തൂളി 1 കിലോ 1.5 ശങ്കര 300 ഇല്ലടാ 400 രൂപയുള്ളു പുള്ളിക്ക് കൊടുത്തിട്ട് നിങ്ങൾ കൊടുത്തിട്ട് കഴിക്കാം ചില്ലറ ഉണ്ടല്ലോ അല്ലേ 150 എടുക്കാം അങ്ങനെ 100 അങ്ങോട്ട് കൊടുത്തരും അല്ല എത്ര കൊടുക്കണം ഈ 200 കൂടെ അങ്ങോട്ട് വെറുതെ ചേട്ടാ പുള്ളിയുടെ 50 കൂടെ മേടിച്ചു എന്നിട്ട് 1.5 കിലോ തൂളി ചോറം കൂടെ ഇട്ടോ കുറഞ്ഞു വിടാൻ പറഞ്ഞു എന്ത് എന്നാ തൂക്കി കാണിക്കണം തൂക്കി കാണിച്ചത് എനിക്കൊരു സംശയം വന്നു ഇല്ല എന്താ 1 800 1 900 ആയിരുന്നാ അല്ല എനിക്കൊരു സംശയം വന്നു അതുകൊണ്ടാ ഞാൻ ആയിക്കോട്ടെ ഇനി ആർക്കാ എന്നാ വേണ്ട ഇനി ആ അപ്പാ ആ ചെറുമീൻ തൂക്കി അതാണോ വലിയ ചെറുമീൻ ആ ചെറുമീൻ അപ്പൊ അതിൻ്റെ അകത്ത് അടിയിൽ കിടക്കുന്ന ആ വരാല് കൊടുക്കണം അത് ഈ ആ ഓക്കെ ഒന്നര 1.5 വരാല് ജീവനുണ്ടായിരുന്നു ജീവനുള്ള ഞങ്ങളുടെ ഇട്ട് നിരക്കല്ലേ പിന്നെയും വരാലിന്റെ പുറത്ത് തന്നെ ഇരിക്കുന്നു ഇല്ല വരാലിന്റെ പുറത്തല്ല അടിയിലോട്ട് ഓടാനുള്ള ഇതുണ്ട് ആ വരാലിനൊക്കെ എടുക്കും കാരണം ഇത് മേളിലാണ് അതിന്റെ അവസ്ഥ ഇരിക്കുന്നത് വരാല് ഇങ്ങോട്ട് മാറ്റി ചെറുമീൻ എത്ര 1.5
കലവും അടി വല്ലതും ഉണ്ട് ഇന്ന് ചരിച്ചാണ് വളയുടെ പുറത്തായിരിക്കുന്നു കല. ഇല്ല വരാല്ലാതെ ഉള്ളത് നോക്കണം. അതേ ഉള്ളൂ. 2 കിലോ വരാല്ലേ കേട്ടാ, 2 കിലോ വരാതെ അത് കേട്ടപ്പോൾ അത് വേറൊരു കിറ്റിന് കേട്ടോ. നമ്മുടെ ഇപ്പം മീൻ തൂക്കിയത് അപ്പാപ്പിയുടെയൊക്കെ പെങ്ങൊക്കെ കേട്ടോ. അപ്പാപ്പിയുടെ പെങ്ങടെ മോനാണ് ആയിരിക്കുന്നത് കേട്ടോ. അതാണ് വാള, ചേർമീൻ. വാള 1 കിറ്റിലും കഴിയണം. അപ്പം ഇത് 1 കിറ്റിടും. അതിൻ്റെ വാ കൊണ്ടത് പൊട്ടി. അപ്പാപ്പിയുടെ പേരപ്പൻ്റെ മോളുടെ മകനാണ് കേട്ടോ. എന്നെ ചേച്ചി ഇന്നലെയും വിളിച്ചായിരുന്നു. ഇന്നലെയും വിളിച്ചിട്ട് എവിടെയാണെന്ന് ചോദിച്ചായിരുന്നു. അപ്പം ഞാൻ ഓക്കെ. വാ താഴ്ത്തോ അതാ നല്ലത്. ഒരു ചെറിയ കിറ്റ് അവിടെ ഇരിപ്പുണ്ട്. അത് വരാല, അത് പൊട്ടിക്കാൻ നോക്കണം കേട്ടാ. ചേർമി ഉറങ്ങ കിട്ടടാ. അവിടെ അതിൻ്റെ മുഞ്ഞ് ഇതേ വെളുത്ത കണ്ടതേ. കിട്ടിട് ഇടിച്ചാൽ അതങ്ങ് പോവൂ. താത്തു വെക്കണം. എവിടെ വെളുത്ത് കണ്ടെന്ന് എടാ ഞങ്ങളാ ഈ കിറ്റ് കീറുന്ന കാര്യമാണ് പറഞ്ഞു. അല്ലാതെ അപ്പാ അങ്ങോട്ട് മറ്റേ സുരേഷണ്ണാണ് കണ്ടുപിടിക്കണത്. അതൊന്ന് കരക്കോട്ട് കയറുവാണെങ്കിൽ വെച്ചേക്ക് ശങ്കരൻ. 700 700. ഇവിടെ അതും കൂടി ഇതിൻ്റെ അതിട്ടേക്കാം. ആ പള്ളത്തിന് അതിൻ്റെ അതിട്ട് ആയ. അതല്ല ഞാനത് പൊട്ടാതിരിക്കാൻ അണ്ണാ തീർന്നെങ്കിൽ. ആ പറഞ്ഞു ചേച്ചി. ആ കൂട്ടത്തിൽ വലുതുള്ളതൊക്കെ എടുത്ത്. ആ ചേർമീൻ എടുത്ത്, നാടൻപറ എടുത്ത്, കരിമീൻ എടുത്ത്, വാള എടുത്ത്. ശരി ശരി. ആ ശരി. നമുക്ക് നമ്മുടെ മീന് നമ്മുടെ വണ്ടിയെ പോകത്തില്ല കേട്ടോ. വണ്ടിയെ പോകത്തില്ല. 2 കലം മീനും പിന്നെ കൊല്ലിക്കകത്ത് മീനുണ്ട്. അപ്പം നമ്മുടെ വണ്ടിയെ പോകത്തില്ല. അപ്പം നമുക്ക് ഇവിടുന്ന് ഓട്ടോ വിളിക്കേണ്ടി വരും. ഇവിടെ ഓട്ടോ നോക്കാനായിട്ട് അങ്ങോട്ട് പോവുക. ആ അതെ ജോൺസാ എവിടെയാ? 1,400. ചെറുതും കൂടെ ഇട്ട് 1.5 കിലോ തികച്ചില്ലേ? കൂടെ ഇട്ട് അങ്ങോട്ട് ഔട്ടാ. നീറാണ് അവിടെ ഇല്ല
പിടിയപ്പ പൊക്കിന്റെ മേലോട്ട് വെക്കാം. ഇല്ല കരിമീനാണോ? ഓണ വേണോ? ഓണ വേണോ? വേണ്ട. അതിനകത്ത് ഇടാൻ അത് നീ പൊക്കി തോള ഇട്ടോണ്ടെങ്കിൽ പോരി. ഓ അത് അത്രയും ഉണ്ടായിരുന്നു. ആ നീങ്ങളുടെ വില്ലയിലേക്ക് കയറ്, നീങ്ങളുടെ വില്ലയിലേക്ക് കയറാ. നീങ്ങളെ ആ വാളയുടെ കൂട്ടത്തിൽ ഇങ്ങോട്ട് വാ. വെള്ളം കഴിയണോ? വെള്ളം വേണമെങ്കിൽ ഒന്ന് കഴുകിട്ടേ. ഇങ്ങനെ വെച്ച ആരെങ്കിലും കണ്ടെങ്കിലും മീൻ മേടിക്കട്ടെ. ഹായ് ഹായ് എവിടെയായിരുന്നു? ഇവിടെ ഞാനൊന്ന് ഓട്ടോ വിളിച്ചോളൂ. നമ്മളെ തകോറിനാ കേട്ടോ. നമ്മളെ തകോറിന ഇന്ന് എവിടെയായിരുന്നു? ഞങ്ങൾ ഏവൂര് അട്ടയില്ലേ? ഇത് തന്നെ അട്ട പിടിച്ചതിൻ്റെ ഇത് കണ്ട. എന്നാൽ ഇഷ്ടം പോലെ വരാനുണ്ട് അവിടെ കേട്ടോ. പക്ഷെ നമ്മൾ എപ്പോഴും ചൊറിച്ചിലായിരിക്കും. അത് കാരണം നമ്മൾ പോകാമായിരുന്നു. അത് കാരണം ഞങ്ങളങ്ങോട്ടില്ല. ഞങ്ങൾ ഈ പുറത്തെങ്ങാനും വാളക്കുഞ്ഞിനെ നോക്കി നമ്മള് വാള അല്ലേ വീടായത്. പയ്യെ 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 ഉറക്കല്ലേ ആവത്തെ. പൊക്കി സീറ്റ് എല്ലാവരും കയറുന്നുണ്ടോ? വണ്ടി ഒരാൾ കയറുന്നുണ്ട്. അല്ല ഇങ്ങനെ മതിയല്ലോ അല്ലേ? മതി പോത്തില്ല. എടാ കൊച്ചുകലം അകത്തിരിക്കൂടാ. കൊച്ചുകലം അകത്തിരിക്കും. ആണല്ലേ? പൊക്കിയാൽ ഇവിടുന്ന് അങ്ങോട്ട് കയറി അകത്തിരുന്നോളൂ. അങ്ങോട്ട് അകത്തോട്ടൊന്ന് കയറിക്കേ. താഴെ വെക്കാനാ അണ്ണ? ആ അതെ അങ്ങ് ഇരുന്നാ മതി. ബക്കറ്റും കൂടി നട വെച്ചു. അണ്ണാ ആ പള്ളിക്കൂട്ട് മറ്റേ മീനമ്മ ഏതാ ഒരു ആ അവിടെ ഒന്ന് ചവിട്ടിയേക്കണേ കേടാ. രണ്ട് കിലോ എഴുതാ. ആ എനിക്ക് വലിയ വില ഒരു കലം വലിയ വില എടുത്താൽ മതി. എനിക്ക് ആ വലിയ കലം പൊക്കടാ. താഴത്തോട്ട് പ്രകാശണ്ണ നമ്മളെ സഹോദരനാ കേട്ടോ. നമ്മളെ സഹോദരനാ നമ്മളെ. ഇന്ന് നമ്മളെ സഹോദരൻ്റെ കടയിലാണ് കൊടുക്കുന്നത് കേട്ടോ. സാനിക്കുട്ടൻ്റെ കടയിലാണ്. ആ അടി തന്നെ എവിടെയാ? ഞങ്ങൾ എപ്പം മീനും കൊണ്ടുവരാൻ കാണാറില്ലല്ലേ? ആണോ? മീൻ അപ്പാത്ത് വരുമ്പോ ഒന്ന് വരണ്ടേ? ആ എങ്കിൽ കുഞ്ഞ് പിടിച്ചോ. നീ കുഞ്ഞിയാവറ പിടിച്ചോ. കുഞ്ഞിയാവറ പിടിച്ചോ. എന്നാ പിടിച്ചോ. അതുവഴി നോക്കിക്കോണം കറക്റ്റായിട്ട്.
അത് മേലോട്ട് കയറ്റി വെച്ച് നമുക്ക് ക്യാമറയ്ക്ക് വേറെ ആളെ കിട്ടി കേട്ടാ. എടാ അതൊന്നും നോക്കിട്ടാവാ. ആ ഒരു കലം മതി. പിന്നെ ബാക്കി കിട്ടുന്ന 3 കിലോ ആർക്ക് കൊടുക്കും? നിങ്ങളൊക്കെ കണ്ടോണ്ടാ ഞങ്ങൾ ഈ മീൻ കഴിക്കുന്നത്. കുടഞ്ഞിട്ടിട്ട് നമുക്ക് പ്രശ്നം കണിക വന്നിരിക്കുന്നു. ആ തൊട്ടോ. ആ കാണോ നിന്റെ ഏട്ടനെ പിടിയിടി. ചേട്ടൻ പത്തി കാണാമോ നിനക്ക്? ആ നോക്കൂ. അത് കാണത്തില്ല. കാണുമോ നോക്ക്. കാണുമോ നോക്ക്. കൊണ്ടുവാ പപ്പ എടുക്കാം. ആ ആയിക്കോട്ടെ. 7 കിലോ വാള കേട്ടോ, വലിയ വാള. ഓ ഇനി എണ്ണ നിൽക്കുന്നു. ചേറ് 2 ചേറ് 2 2,900 ആയിക്കോട്ടെ. 2,900 ആ അവളെ നമുക്ക് ഇത്ര നേരം വീഡിയോ എടുത്ത് തന്നാ കേട്ടാ. സിത്താരക്കുട്ടി സിത്തു എന്നല്ലേ വിളിക്കുന്നത്? വീട്ടിൽ സിത്തു എന്നല്ലേ വിളിക്കുന്നത്? നമ്മള് അതുങ്ങൾ എടുക്കാനാ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത വാള ഇവർ ഉണക്കി വെച്ചിരിക്കുന്ന പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നാൽ വാള ഉണക്കിയത് കിട്ടും അല്ലേ? വാള ഉണക്കി ഉണ്ടോ? വാള ഉണക്കിയതുണ്ട് കേട്ടാ. കൈനേരി വന്നു. കൈനേരി വാള ഉണക്കി. തട്ടാ കിടക്കുന്ന എന്തെങ്കിലും എടുത്തുണ്ടോ? അത് പോട്ടാ. അതെ ഒന്ന് എന്താ തൂളിയത്? കൂളി ഇങ്ങോട്ട് ഈ പന്തത്തോട്ട് നോക്കണം. എല്ലാം സ്ഥലം കൂടുമ്പോൾ മറന്നു പോകും. ആ ഇത് ഫ്രീ ആണ് കേട്ടാ. ഈ കരിമീനും ഫ്രീ. ഫ്രീ തന്നിരിക്കുക. ക്യാമറ പിടിക്കുന്നുണ്ടാ ഫ്രീ തന്നിരിക്കുന്നത്. ആ ഇങ്ങോട്ട് വിളി നീ. ആ ഇപ്പോഴേ ക്യാമറ നല്ലപോലെ പിടിക്കണം. എന്നിട്ട് ഇച്ചിരി കൂടെ കഴിയുമ്പോൾ ബ്ലോഗ് ചെയ്യണം. പഠിത്തമൊക്കെ കഴിയുമ്പോൾ. പഠിത്തമെല്ലാം കഴിഞ്ഞിട്ട് കേട്ടോ. വരാ ഇപ്പൊ അതിൻ്റെ അങ്ങനെയുണ്ട് വരാ. പക്ഷേ ശശീനെ തിരക്കെന്ന് പറയണേ. 4 കിലോ ഒന്ന് കാണിച്ചേട്ടാ. അപ്പം ഇന്നുണ്ടോ 4 കിലോ കേട്ടോ. ഇവിടെ നാടൻ പടയിൽ
മീനത് കിടപ്പുണ്ട്. നീളമ്പലായിട്ട് കിടപ്പുണ്ട്. അപ്പം നമ്മുടെ ചൂളിന് വാള പുല്ല് ചൂളി ഞാൻ പറഞ്ഞില്ല അത് വാള ഉണക്കി ഇവിടെ ഉണ്ട് കേട്ടോ. സാനിക്കുട്ടിൻ്റെ അവിടെ അല്ലേ കൈനകരി നമ്മളിപ്പം നമ്മളെ സഹോദരൻ്റെ അവിടെ മീൻ കൊടുത്തു വെച്ച് നമ്മളിനിയിപ്പോൾ അടുത്ത അപ്പുറം അച്ചായൻ്റെ കടയിലേക്ക് പോവുക കേട്ടോ. നമുക്ക് കാരണം റോഡിൽ വിൽക്കാനൊന്നും സമയമൊന്നുമില്ല. കാരണം മീൻ വിറ്റ് തീർത്തില്ല. ഇവരെ മീൻ എടുത്ത് അതുകൊണ്ട് ഇവർ മീൻ മൊത്തം എടുത്തു പോലും ഇല്ല. ഇവർ നിങ്ങൾക്ക് കുഞ്ഞ് പറയണ്ടായിരുന്നു അപ്പാപ്പിയുടെയൊക്കെ മീൻ എടുക്കാൻ പറയാം. അണ്ണനെ പറഞ്ഞു കേട്ടോ അണ്ണ നമ്മളെ അത് അണ്ണൻ്റെ ഹോട്ടലാണ് നമ്മള് മീനും കൊണ്ടുവന്നത് കേട്ടോ. അണ്ണൻ്റെ പേര്? എൻ്റെ പേര് ബിജു. അണ്ണൻ്റെ ഹോട്ടലാണ് നമ്മള് മീനും കൊണ്ടുവന്നത് കേട്ടോ. അച്ഛൻ ഇടക്ക് പറഞ്ഞല്ലേ തിരുമീൻ കൊണ്ടുപോയി എടുത്തോളാം. എനിക്കും കൊണ്ടുവരാൻ പറഞ്ഞാൽ ഞാനുണ്ടായിരുന്നു. അതിപ്പോ എടുത്താൽ ചേരുമീനൊക്കെ തൂക്കുണ്ട്. തൂക്കം നോക്കും. ചേട്ടാ അത് അവിടെ ചോദിക്കാം. ഞങ്ങൾ കടയിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങളും മീനുമായിട്ട് യാതൊരു ബന്ധമില്ല. അല്ലേ എന്തോ എൻ്റെ അടുത്ത് ഐസ് ചെയ്ത് അങ്ങനെ കൊണ്ടുപോകണ്ടേ പോയി നേരത്തെ നാളെ കൊണ്ട് എടുക്കാനായിട്ട് ആണോ? എടുക്കാം മാറുന്നു. എന്തെങ്കിലും ചെയ്യാം. ഈ രാത്രി ഈ സമയത്ത് ഒരു മാർഗവും കണ്ടു. വാളയാണ് എങ്കിൽ ആ തൂളിയും കുറുവയും ആ വലിയ വാളയൊക്കെ എടുക്ക്. കാരണം ആ വലിയ വാളയും ചേർമീനൊക്കെ എടുക്കണ്ട. പിന്നെ അല്ലേ ചാത്തിയുടെ കാര്യമല്ലേ. ആ ചാത്തി കണ്ട് ഒരു 10 കിലോ എടുക്ക്. ബാക്കി ഞങ്ങൾ കീറി ഉണക്കുവായാലും ചെയ്യും. മീൻ കൊണ്ടുവരാൻ എനിക്കറിയാലോ ഈ മീൻ ഇവിടെ വരത്തില്ലെന്നുള്ള പേര് എനിക്കറിയാലോ. 3 മണിക്ക് ശേഷം ഈ മീൻ വരുന്നെങ്കിൽ ഈ മീൻ ഇവിടെ വരത്തില്ലെന്ന് എനിക്കറിയാലോ. എനിക്കറിയാലോ വലിയ വാളയും അതിനകത്ത് വലിപ്പമുള്ളതല്ലാത്തവർക്ക് ഇതിനകത്തുണ്ട്. വലിയ വാളയൊക്കെ പെറുക്കി അങ്ങനെ വലുതെല്ലാം പെറുക്കിടാ. എന്ത് വേണം ചെയ്യും. ആ ചെറിയ ചാത്തി ഒന്നും ഇടല്ലേ ദൈവത്തോട്. ആ ചെറുമീൻ എടുത്തില്ലേ ഇതുണ്ടപ്പാ. അപ്പം ഇതുണ്ട്. ആ ചെറുമീൻ എടുത്തില്ല. ഒരു ചെറുമീൻ ഞങ്ങൾ ഉണ്ടോ ചെയ്യുന്ന ചെയ്യാൻ പറ്റുന്ന സമയമായിരുന്നു കുഴപ്പമില്ല. ഇതെല്ലാം ഐസ് ഇട്ടും കൊണ്ട് എല്ലാം ഞാനൊക്കെ വലിയ അതുണ്ടോന്ന് നോക്കി 1 കിലോ. ഏതാ 1 കിലോ അത് ഇതോ ആ ഇല്ല ഉണ്ട്. ഇങ്ങോട്ട് കാണിച്ചു എന്തിനാ ഈ പാട് ഉണ്ടെന്ന് വെച്ചോ വെച്ചോ ആ വെച്ചോ 35 ഗ്രാമിൻ്റെ വെച്ചാ നമ്മുടെ മോശം വിഷമൊന്നു. ഇവിടെ അവിടെ വല്ല കിടപ്പുണ്ടോ കിടല്ലേ? ഇല്ല ഇവിടെ ഇങ്ങോട്ട് കൊണ്ടു വെച്ചു. കാരണം അത് വിശന്നിട്ടാണ്. അത് കഴിക്കട്ടെ. ചെറുക്കപ്പൻ വെള്ളത്തിൽ കിടന്നുകൊണ്ട് ചെയ്യുക.
അതും ചെറുക്കപ്പന് ഇരിക്കാൻ പറ്റുക. ആർക്കും ഒരു ചാരി കോഴിക്കണക്കാൻ നല്ലത്. ഈ അടിയിലത്തെ തെർമോക്കോൾ സ്വല്പം മുന്നോട്ട് വെച്ചു. 15. എടാ ഇതിന്ന് കുറച്ചെടുക്കടാ. നിങ്ങൾ ഇത് ഉദ്ദേശിക്കുന്നത് 10 കിലോ ചാക്കി. ചെറുക്കായി ഇങ്ങോട്ട് വർക്ക് ചെയ്തോ. ശങ്കര കൊച്ചു കിടക്കുന്നല്ലോ. ഇതിനകത്ത് കിടക്കുന്ന എന്റെ നാടൻ കരിമീൻ പെറുക്കിയിട്ടേക്കല്ലേ ഇതിനകത്ത്. എന്നാ ഇപ്പൊ പെറുക്കുന്നത്? ഒരു കലയും കിടത്ത് ഈ ചാത്തി ഒന്ന് പെറുക്കി മാറ്റട്ടാ. ആദ്യം എത്രയായിരുന്നു? 10. 10. ഇവിടെ കിടന്ന നമ്മുടെ തൂളി കണ്ടാൽ അറിയാവോ? അത് പിന്നെ കുഴപ്പമില്ല. ആ ചാത്തി ഇങ്ങോട്ട് പെറുക്കി. ഇല്ലാണ്ടോ ആദ്യം കൂടെ തട്ടി കിടക്കില്ലേ? കണ്ടോ ഇത് കണ്ടാ കുറവ്. തൂളി ഒരു 5 മുഖം എടുത്തു. ഇത്ര തൂളിയല്ലേ അവിടെ? കുറുവാട് തൂക്കം നോക്കി. അല്ലേ കുറുവ നോക്കണ. ആ ഓക്കെ. ഇപ്പൊ ദേ കുറുവ. കുറുവ ഇത്ത 2 എണ്ണം കാണും. അത് 5 കിലോ ഇരുത ഇത്ത 2 എണ്ണം കാണും പെറുക്കി വരുമ്പോ. പിന്നെ കൊണ്ടെണ്ണ ആദ്യം. എനിക്കേറ്റാടോ ഇങ്ങോടാ. ആ തൂളിയിടും ഒരു 10 കിലോ. 10 കിലോ തൂളി എടുക്കാൻ. തൂളി പാത്രം ഇങ്ങനെ. തൂളി പെറുക്കി ചേർക്കാം. 5 കിലോ തൂളി. എന്നാ ഈ തൂളി എടുക്കണ്ട. തൂളി കുറച്ച് കുറച്ച് തൂളി ഉള്ളു ചുമ്മാ. അതിനകത്ത് കൊള്ളത്തില്ല. അതിനകത്ത് കണ്ട 5 കിലോ കൂട്ടാൻ പറഞ്ഞപ്പോ കണ്ട. ഇത് നോക്കാം എന്നിട്ട് പിന്നെ തൂക്കാടാ. കൊട്ടയിലേക്ക് ഇടണ്ട. കൊട്ടയ്ക്കകത്ത് 2 പാളയാടാ. ചെറുക്കപ്പാടെ ഇല്ല. അണ്ണാ സന്തോഷം. തൂക്കാനായിട്ട് ഒന്നുമില്ലല്ലോ. അണ്ണാ ഇതാണോ 10 കിലോ? നീ അത് ഐസ മുട്ടിക്കാതെ പ്ലാസ്റ്റിക്കിന്റെ നീല പ്ലാസ്റ്റിക്കോ മറ്റേ കെട്ടിട്ട് നിറച്ചാൽ വിടുക. രാവിലെ അതിരാവിലെ കഴിച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ കുറച്ച് അങ്ങനെ ഇടാവുള്ളൂ. ഇത് അപ്പാപ്പി കീറാൻ കൊണ്ടുപോകാം കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ജോച്ചന് 300 രൂപ. 1 കിറ്റ് മീൻ 1 കിറ്റ് മീൻ അപ്പം 1 കിറ്റ് മീൻ 300 രൂപ കൊടുത്തു. അപ്പം ഇവിടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. ഇത് കീറിയേക്കുക. I love you everybody. അപ്പോഴേ നമ്മളെ മീനൊക്കെ കൊടുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പം നമ്മളെ വാളച്ചാത്തി അപ്പം കുറച്ച് വാളച്ചാത്തി കൊണ്ടായിരുന്നു. അപ്പോൾ അപ്പാപ്പി കൊണ്ടുവന്ന വാളച്ചാത്തി ഞാനും കുഞ്ഞിക്കിളിയും കൂടി ഇരുന്നുകൊണ്ടല്ലേ നമ്മൾ രണ്ടും കൂടെ അല്ലേ ആണെന്ന് പറ. അല്ലെങ്കിലും ആണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ കീറി കേട്ടോ. നമ്മുടെ വാള കീറി. നമ്മളെ വാള കീറി നമ്മൾ ഉണക്കാനായിട്ട് കേട്ടോ. അപ്പം നമ്മളെ അപ്പനും ശങ്കർ ബ്രോയും വാള കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അത് അപ്പാപ്പയും കുറച്ച് വാളക്കുഞ്ഞ് എടുത്തു. കാരണം ഇത് നമുക്ക് എടുത്തില്ലായിരുന്നു. നിങ്ങൾ വീഡിയോ കണ്ടാണല്ലോ, എടുത്തില്ല. കുറച്ച് മീൻ എടുത്തില്ല. ആ മീൻ ഞങ്ങൾ 3 പേരുടെ
എടുത്ത് അന്ന് ഞാൻ കൊണ്ടുവന്ന് ഞാൻ കീറി വേണ്ട കീറിയിപ്പം സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം 2 ദിവസം കഴിയുമ്പോൾ ചൂട്ട് പോലെ ഉണങ്ങും കേട്ടോ. അപ്പം ഇവിടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. മാക്സിമം ഒന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനിയിപ്പം മുമ്പോട്ട് പോകുന്നിടത്ത് നമ്മൾ കൊമ്പൻ്റെ പണിയായിരിക്കും. അപ്പോൾ നമുക്ക് മീൻ കിട്ടാത്ത സ്ഥലം കാണും, കിട്ടുന്ന സ്ഥലം കാണും. എന്നാലും ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ വരാലിൻ്റെ പണിയൊക്കെ ഏകദേശം നമ്മൾ ചവിട്ടിയിട്ടുണ്ട്. കാരണം വരാലെല്ലാം ഒതുങ്ങി. ഇനിയിപ്പം പുറത്തെ പണിയാണ്. അപ്പം അതുകൂടാതെ പുറത്ത് ചവറുമില്ല. അപ്പം മാക്സിമം ഒന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം നമ്മളത് വാള 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18. എന്നാലും ആ വല എടുത്തോണ്ട് പോയി. ഇത് മൂടല്ലേ കാക്ക പിടിക്കും. വല നീല വല എടുത്തോണ്ട് പോ. ശരി ഉണ്ണിയാട്ടിയാ നീല വല എടുത്തോണ്ട് പോവാ. പെട്ടെന്നല്ലേ കാല് കൊള്ളു. നീ ചെരുപ്പില്ലാതെ